വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമാകും. ഏതായാലും അന്യായമായി പീഡിപ്പിക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പാണല്ലോ. 1 പത്രോസ് 2:19 അന്യായമായി പീഡിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. നമ്മൾ എത്ര നന്മ ചെയ്താലും അന്യായമായൊരു പീഡനം അധികാരിയിൽ നിന്നോ അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ ബന്ധത്തിൽ നിന്നോ ഭാര്യയിൽ നിന്നോ സ്നേഹിതത്തിൽ നിന്നോ വരുമെന്ന് ഉറപ്പല്ലേ? അന്യായമായ പീഡനം നമുക്കെല്ലാം വരുമെന്ന് ഉറപ്പാണ്. അങ്ങനെ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ കുഞ്ഞെ, നീ ദൈവചിന്തയോടെ ആ വേദനകൾ ക്ഷമയോടെ സഹിച്ചാൽ, ഈ പറയുന്നതിന്റെ പൊരുളെന്താ? അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്ത ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും, നിരാശപ്പെട്ടു പോകും. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചു നിന്നാൽ അനുഗ്രഹം കൺമുമ്പിൽ പിറക്കുമെന്ന് ദൈവമാ പറയുന്നത്. ദൈവം 1 പത്രോസ് 2:19 പ്രകാരം ചില അന്യായ വേദനകൾ സഹിക്കാനുള്ള കൃപ ദൈവം നിനക്ക് വെച്ചുപിടിപ്പിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.